ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട ബോയിങ് 787 വിമാനം തകർന്നു. ഇനി ഈ വിമാനങ്ങളൊന്നും പരിശോധനയില്ലാതെ ഇറക്കണ്ട അല്ലെങ്കിൽ വിമാനങ്ങൾ പറത്തണ്ട എന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. കൃത്യമായി ഇത് അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, എന്താണ് ഈ വിമാനങ്ങൾക്ക് സംഭവിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പരിശോധന വന്നാൽ ഇന്ത്യ തന്നെ ഞെട്ടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടാകുമോ? അതിനെക്കുറിച്ച് ഉള്ള സാധ്യതകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. കാര്യം ഒരു സാങ്കേതിക തകരാറാണ് ഈ വിമാനം അപകടത്തിൻ്റെ കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. മറ്റ് സാധ്യതകളുണ്ടോ എന്നുള്ളത് നമുക്ക് വിശദമായ അന്വേഷണത്തിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ സാങ്കേതിക തകരാർ ഉണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സീരീസിൽപ്പെട്ട, അതായത് ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയുടേതാണ് ഈ വിമാനം. അവരാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ആ വിമാന കമ്പനിയുടെ ഡ്രീം ലൈനർ 787 എന്ന് പറയുന്ന ആ സീരീസിൽപ്പെട്ട മറ്റ് വിമാനങ്ങൾ എല്ലാം തന്നെ, അതിപ്പോൾ എയർ ഇന്ത്യയുടേതായിക്കോട്ടെ, ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന മറ്റ് വിമാന കമ്പനികളുടെ അടക്കം ഈ സീരീസിൽപ്പെട്ട ബോയിങ്ങിൻ്റെ വിമാനങ്ങളെല്ലാം അടിയന്തരമായി സർവീസുകൾ നിർത്തിവെക്കാനാണ് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സാങ്കേതിക തകരാർ, അത് ഈ ബോയിങ്ങിനെ സംബന്ധിച്ചൊരു മുന്നനുഭവം ഉള്ളതുകൊണ്ടാണ്. അത് പിന്നീട് പറയാം. ഇനി ഈ ഇന്ത്യയിൽ ഈ എയർ ഇന്ത്യക്ക് മാത്രം ഇങ്ങനെ 47 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങളുണ്ട്. ഈ വിമാനം എന്ന് പറയുന്നത് ഈ ബോയിങ്ങിൻ്റെ ഒരുപാട് പ്രത്യേകതകളുള്ള വിമാനമാണ്. കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് വിമാന സീരീസുകളെ അപേക്ഷിച്ച് 20% ഇന്ധനക്ഷമത കൂടുതലുള്ള ഒരു വിമാനമാണ്. കുറേ കൂടി വീതിയുള്ള ഒരു ബോഡിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ അകത്ത് കുറച്ചുകൂടി സൗകര്യം കിട്ടും യാത്രക്കാർക്ക്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഭാരം കുറവാണ് ഈ വിമാനത്തിന്. പിന്നെ അതിസങ്കീർണമായ കുറേ യന്ത്രോപകരണങ്ങളും ഇലക്ട്രിക്കൽ വശങ്ങളും കൂടി ഈ വിമാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ വിമാനത്തിന് ഇതുവരെ ഏതെങ്കിലും ഒരു സുരക്ഷാ ഭീഷണി, ഏതെങ്കിലും ഒരു സാങ്കേതിക തകരാർ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സീരീസിൽപ്പെട്ട വിമാനങ്ങൾ എവിടെയും തകർന്നതായിട്ടും മുൻ അനുഭവമില്ല. ഇനി മൊത്തം 2011 ഒക്ടോബറിലാണ് ഈ ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട ബോയിങ്ങിൻ്റെ ആദ്യ വിമാനം സർവീസ് നടത്തിയത്. അതായത് ഓൾ നിപ്പോൺ എയർവേയ്സ് എന്ന് പറയുന്ന വിമാന കമ്പനിക്ക് വേണ്ടിയിട്ട് ടോക്കിയോയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കാണ് ആദ്യ സർവീസ് നടത്തിയത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 2500 ഈ ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട വിമാനങ്ങളാണ് ബോയിങ് നിർമ്മിച്ച് പല വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ അത് 47 ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബോയിങ്ങിനെ സംബന്ധിച്ചൊരു മുൻ അനുഭവമുണ്ട് നമുക്ക്. അതായത് ഈ ബോയിങ്ങിൻ്റെ 787 മാക്സ് എന്ന് പറയുന്ന, നമുക്കിത് ഡ്രീം ലൈനർ ആണെങ്കിൽ 787 മാക്സ് എന്ന സീരീസിൽപ്പെട്ട വിമാനങ്ങൾക്ക് തുടർച്ചയായ അപകടങ്ങളുണ്ടായ ഒരു ചരിത്രമുണ്ട്. അതായത് ലയൺ എയർക്രാഫ്റ്റിൻ്റെ വിമാനം 2018 അപകടത്തിൽപ്പെട്ടു. എത്യോപ്യൻ എയർലൈൻസിൻ്റെ വിമാനം 2019 മാർച്ചിലും അപകടത്തിൽപ്പെട്ടു. ഇത് സംഭവിക്കുന്നത് 5 മാസത്തെ ഇടവേളകളിലാണ്. 346 പേരാണ് ഈ 2 അപകടങ്ങളിലായി മരിച്ചത്. ഈ 2 അപകടങ്ങൾക്കും സമാന സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അതായത് വിമാനം പറന്ന് സാധാരണഗതിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ പറക്കുന്നതിനിടയിൽ പെട്ടെന്ന് അതിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെട്ട് തകർന്നു വീഴുന്ന ഒരവസ്ഥ. അതിൻ്റെ കാരണമായി അവർ കണ്ടെത്തിയിരുന്നു MACS, മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം. അതായത് ഈ വിമാനത്തിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ നിയന്ത്രിതമായി അതിൻ്റെ തുലനാവസ്ഥ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണത്. അതായത് പൈലറ്റുമാരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയാണ്. പക്ഷേ അതാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തി പരിഹരിച്ചിരുന്നു ബോയിങ്. അപ്പോൾ ആ സമയത്തും ബോയിങ് കമ്പനി അവരുടെ നിർദ്ദേശാനുസരണം ആ മാക്സ് സീരീസിൽപ്പെട്ട ബോയിങ്ങിൻ്റെ വിമാനങ്ങളെല്ലാം താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചിരുന്നത്. മാർച്ച് 2019 മുതൽ 2020 ഡിസംബർ കാലയളവിലാണ് അതുണ്ടായത്. അപ്പോൾ ബോയിങ്ങിന് എന്ന വിമാന കമ്പനിക്ക് ഈ ഒരു ചരിത്രമുള്ളതുകൂടി കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഇനി ഈ അന്വേഷണവുമായി സഹകരിക്കാൻ GE എന്ന് പറയുന്ന ഒരു വിമാനത്തിൻ്റെ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് GE. ഈ ബോയിങ് ഡ്രീം ലൈനർ സീരീസിൽപ്പെടുന്ന വിമാനങ്ങൾക്ക് 2 തരം എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റോൾസ് റോയ്സിൻ്റെ, അല്ലെങ്കിൽ ഒന്ന് GEയുടെ. നമ്മളിപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന GE എന്ന കമ്പനിയുടെ എഞ്ചിനാണ്. അവർ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ യന്ത്രത്തിൻ്റെ തകരാറാണ് എന്ന തരത്തിലുള്ള, അതായത് വിമാന എഞ്ചിൻ്റെ തകരാറാണ് ഈ അപകടത്തിന് കാരണം എന്ന തരത്തിലുള്ള പ്രാഥമിക നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ GE എന്ന് പറയുന്ന ആ
വിമാന എഞ്ചിൻ നിർമ്മിച്ച ആ കമ്പനിയുടെ നിഗമനങ്ങളും വളരെ വിലപ്പെട്ടതാണ്. 2 സാധ്യതകളാണ് പ്രധാനമായും ഈ അപകടത്തിന് കാരണമായി കരുതുന്നത്. ഒന്ന്, ഒരു ഹ്യൂമൻ എറർ, ഈ പൈലറ്റുമാർക്ക് സംഭവിച്ച ഒരു പിഴവ്. 2, ബാഹ്യമായ എന്തോ ഈ വിമാന എഞ്ചിനെ ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറവകൾ വന്ന് ഇടിച്ചതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണം, അതും നമുക്ക് സാധ്യത തള്ളിക്കളയാനാവില്ല. 3, പിന്നീടുണ്ടാകുന്ന സാധ്യത എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാർ, അതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലോ വേറെ ഏതെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള സങ്കേതങ്ങൾ ആ എഞ്ചിൻ്റെ അകത്തുണ്ട്. അതിന് വന്ന ഏതെങ്കിലും തകരാറാണോ ഈ അപകടത്തിന് കാരണമെന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്ന. ഏതായാലും ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള സംഗതികൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വലിയ കാലതാമസമില്ലാണ്ട് പുറത്തേക്ക് വരും. ഈ വിമാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തെങ്കിലും ആരോപണങ്ങൾ പുറത്തു വന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടോ? അതായത് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ വിമാനം അഹമ്മദാബാദിലേക്ക് വരുന്ന യാത്രയിൽ ഇതിൻ്റെ എയർ കണ്ടീഷനിങ്ങിലും അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റങ്ങളുണ്ടല്ലോ, വിമാനത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. സിനിമ കാണുക, പാട്ട് കേൾക്കുക, അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതേപോലെ ഈ പിന്നെ ക്യാബിൻ ക്രൂവിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോൺ പോലൊരു സംവിധാനമൊക്കെ ഉണ്ട്. അതൊന്നും യഥാവിധി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് 1-2 സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ വിമാനങ്ങളിൽ അത്തരം സംഗതികൾ സാധാരണയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് എയർ ഇന്ത്യ പോലെയുള്ള വിമാന കമ്പനികൾക്ക് ഈ ഒരു പരാതി അത് പുതുമയുള്ള കാര്യമല്ല. അത്തരം സംഗതികൾ മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു വിമാന ദുരന്തത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ളൊരു അപാകതയാണോ അത് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത്തരം എന്തെങ്കിലും തകരാറുകളാണോ ഈ വിമാന അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ഒരു കാര്യം, ആ വിമാന അപകടം ഉണ്ടാകുന്ന ദൃശ്യങ്ങളിൽ നിന്നൊരു കാര്യം വ്യക്തമായതുണ്ട്. ഈ വിമാനം പറന്നുയർന്ന് അത് ഉയർന്നു പൊങ്ങുന്നതിന് പകരം ആ ഉയർച്ച അതിന് പ്രാപിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു 627 അടി വരെ ഉയരത്തിൽ പൊങ്ങിയ വിമാനം പിന്നെ താഴോട്ട് പതിക്കുന്നതായിട്ടാണ് കണ്ടത്. ആ മുകളിലോട്ട് ഉയർത്താനുള്ള ശ്രമം തീർച്ചയായിട്ടും പൈലറ്റുമാർ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ അവർ ആ ശ്രമം വിജയിച്ചിട്ടുണ്ടാവില്ല. അതിനിടയിലാണ് അവർ ATCയിലേക്ക്, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ പോലെയുള്ള സന്ദേശങ്ങൾ അയച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരം അപകടങ്ങൾ സാധാരണയായി നമ്മുടെ രാജ്യത്ത് അത്തരം വിമാനാപകടങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് തന്നെ നമുക്കിപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ്. അതാണ് പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് ആ സ്ഥലത്തെത്തി സന്ദർശിച്ചതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി ശ്രമം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? കാരണം പല വിദഗ്ധരും അത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇതൊരു അട്ടിമറി തന്നെയാണെന്ന് സ്ഥാപിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ ചില ഊഹാപോഹങ്ങൾ വരുന്നുമുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കഴിഞ്ഞ ഒരു സമയമാണ്. ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നേരിട്ട് ആക്രമണം നടത്തി അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി നൽകാനായിട്ട് കണക്കൂട്ടിയിരിക്കുന്നവരുണ്ടാവും. പക്ഷേ അത് ഈ വിമാന അപകടത്തിൽ അവർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും നമുക്ക് ഈ ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. നേരിട്ട് അങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ തുടരന്വേഷണത്തിൽ അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അത് വെളിവരുമായിരിക്കും. അതെ.